എന്തിന് ഇത്രയൊക്കെ പഠിക്കണേ, എന്ത് ജോലി ഉണ്ടായിട്ട് പഠിക്കണേ എന്നൊക്കെ പറഞ്ഞവർ ഒത്തിരിയുണ്ട്. ഇപ്പൊ എന്റെ റിലേറ്റീവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. റോട്ടിൽ കൂടെ നടക്കാൻ പോലും ഭയങ്കര പേടിയായിരുന്നു. ആദ്യം വരുമ്പോഴൊക്കെ ഇത് വേണ്ടിയിരുന്നില്ല, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ പട്ടിണി വരെയും കിടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഫീസ് മുടക്കൂലായിരുന്നു. എന്റെ മോളാണ് അവള്, അവരാരല്ല, ഞാൻ വളർത്തിയ മോളാണ് അത്. അവരുടെ പ്രതീക്ഷ അത് ഞങ്ങളുടെയും പ്രതീക്ഷയായിരുന്നു, നല്ലൊരു ജോലി. കുഞ്ഞിലോട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ വളർന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളനിയിലാണ് ഞങ്ങൾ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിന്റെ പേരിൽ തന്നെ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും കസിൻസിനൊക്കെ ആണെങ്കിലും തന്നെ ഒരു പുച്ഛം ഉണ്ടായിരുന്നു. ഓ, നിങ്ങൾ കോളനിയിലല്ലേ, നിങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ പറ്റുള്ളൂ, അങ്ങനെയുള്ളൊരു പുറമെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയാലും നമ്മളൊന്നും അങ്ങനെ കൂട്ടില്ല. അവരെല്ലാവരും ഒരു ടീമായിട്ട് പോവാ, നമ്മൾ മാറ്റി നിർത്തുന്ന ഒരാൾക്കാരായിരുന്നു. അപ്പൊ അവരൊക്കെ അത്യാവശ്യം നല്ല പൊസിഷനിലുള്ള ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ കോളനിയിലായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല എന്ന് നമ്മുടെ മുഖത്തൊക്കെ പറഞ്ഞ ആൾക്കാരും ഉണ്ട്. ഞാൻ സ്മെക്കിൽ വരുന്നതിന് മുമ്പ് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഇത്രയും കൂടെ സംസാരിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ സ്മെക്കിൽ വരുമ്പോഴാണെങ്കിലും ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മനസ്സിലൊരു വാശി ഉണ്ടായിരുന്നു, ഈ അമ്മേനെ ഈ അച്ഛനെ ഇപ്പൊ ഈ കളിയാക്കിയവരുടെ മുമ്പില് നിവർന്ന് നിൽക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കണം എന്നുള്ളത് ആ കുഞ്ഞിലോട്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ട്. ഈ കോളനിയിലാണെങ്കിലും ഞങ്ങൾക്കും പറ്റും അവരെ പോലെ ഒരു ദിവസം നിവർന്ന് നിൽക്കാൻ എന്നുള്ള ഒരു വാശിയോടെ തന്നെ മുന്നോട്ട് പോയതാ. മൂത്തവളെ പഠിപ്പിക്കാൻ നേരത്തെ എനിക്ക് ജോലി ഇല്ലായിരുന്നു, ഒത്തിരി കഷ്ടപ്പെട്ട് അവളെ പഠിപ്പിക്കാൻ. പിന്നെ അടുത്ത ആളുണ്ടായി, അടുത്ത ആളെയും ഇംഗ്ലീഷ് മീഡിയത്തെങ്കിലും പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മൂത്തവളെ പഠിപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനൊരു ജോലിക്ക് കയറി, നിസ്സാര ശമ്പളം വരുന്ന എനിക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ അവളുടെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഇപ്പം അവളും പഠിച്ച് മുന്നോട്ട് വന്ന് കോളേജ് +2 കഴിഞ്ഞ്, +2 ആണെങ്കിലും നല്ലൊരു ഗവൺമെന്റിൽ തന്നെ അവൾക്ക് കിട്ടി. ഹയർ സെക്കൻഡറി കഴിഞ്ഞ് അവളെ ഞാൻ ഡിഗ്രിക്ക് ചേർത്തപ്പോൾ സെമസ്റ്റർ ഫീസ് തന്നെ ഒരു 17-18 ഉണ്ടായിരുന്നു. അത് കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ഒരു മാസത്തെ ഫീസ് ചിലപ്പോൾ എൻ്റെ ഒരു 2 മാസത്തെ സാലറി ഒപ്പിക്കുമ്പോഴേ ഇവളുടെ 1 മാസത്തെ സെമസ്റ്ററിൽ കൊടുക്കാൻ പറ്റണം. ആ കൊടുക്കുമ്പോഴേക്ക് ഞാൻ വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പട്ടിണി വരെയും കിടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഫീസ് മുടക്കൂലായിരുന്നു. നല്ലോണം കഷ്ടപ്പെട്ട്, നല്ല ബുദ്ധിമുട്ടി, ഉറക്കം ഒഴിഞ്ഞു ഊണില്ലാതെ നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ച പെണ്ണാണത്. എന്നെ അതങ്ങ് ഉമ്മാനെ വിളിക്കുള്ളൂ. ഞാൻ എന്റെ മക്കളെ പോലെ ഞാൻ അതുങ്ങളെ കണക്ക് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ്. അല്ലാതെ ഒരാക്കടെ 10 പൈസ അതുങ്ങ പറ്റിയിട്ടില്ല, ഒരാൾ അതുങ്ങൾക്ക് അറിഞ്ഞ് 10 പൈസ കൊടുക്കാനും ഇല്ല. കസിൻസ് ഇരിക്കുമ്പോഴൊക്കെ ആളിന്നും പുറകോട്ടാ, ആളുടെ കൂട്ടത്തിൽ കൂടൂല അവൾക്ക് അവളുടേതായ ഒരു ഇതാണ്. ആരും എന്നെ ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒരു പറഞ്ഞാലും ഒക്കെ അത് മനസ്സിലാവാറില്ല, പിന്നെ മിണ്ടൂല ആരോടും. ചെറുപ്പം തൊട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കാനുള്ള നിവൃത്തിയില്ലായിരുന്നു. നമുക്ക് നഴ്സിംഗിന് വിടണമെന്നൊരു താല്പര്യം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തേക്ക് പുള്ളിയുടെ ഒരു മൈൻഡില് സോഫ്റ്റ്വെയർ ഒക്കെയാണ് താല്പര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പുള്ളിയുടെ താല്പര്യത്തിലോട്ട് വിട്ട് പഠിക്കാൻ താല്പര്യം കാണിച്ചപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത്, അത് കൂടുതൽ അമ്മയാണ് സപ്പോർട്ട് ചെയ്തത്. ചക്കര വെളുപ്പിന്, അതായത് രാത്രി ഉറക്കൊളിച്ചേരുന്ന് പഠിക്കുന്ന ഒരാളായിരുന്നു. കാര്യം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിന്ത ആക്കുള്ള ഒരാളായിരുന്നു. ഇന്നൊരു കാര്യം നടക്കണം, അതിനു വേണ്ടി ഏതറ്റം വരെ ആള് പ്രയത്നിക്കും. അത് രാത്രി എന്നില്ല, പകലെന്നില്ല. ഇപ്പൊ കുട്ടികൾ തന്നെയായാലും ചിലപ്പോൾ കളിക്കാനും ഇടിപിടിക്കാനൊക്കെ കൂടെ ഉണ്ടെങ്കിലും ആൾ അതിൽ നിന്നും പിള്ളേരെ ഡീൽ ചെയ്യും, പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും. അപ്പൊ രണ്ടും കൂടി ഒരു തുലാസിനെ കൊണ്ടുപോകാൻ നല്ല രീതിയിൽ. ഞാനിപ്പോ രാവിലെ ക്ലാസ്സിലേക്ക് പോണ സമയത്ത് ഇപ്പൊ ബാഗ് തൂക്കിയാണല്ലോ പോവാ. അപ്പൊ ആൾക്കാരൊക്കെ എന്റെ അടുത്ത് ചോദിക്കും, മോളെ ജോലിക്ക് പോകണമെന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ പറയും, അല്ല പഠിക്കാൻ പോവാ, കോഴ്സ് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. ഇത്രയും നാളായിട്ടും പഠിച്ചു കഴിഞ്ഞില്ലേ, അങ്ങനെ ഒരു കളിയാക്കലോ അല്ലേ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു അഡീഷണൽ കോഴ്സ് ആണ്, അത് നല്ലതായതുകൊണ്ട് പഠിക്കാന്ന് പറയും. അപ്പൊ ഒരു പുച്ഛത്തോടുള്ള ഒരു ചിരിയുണ്ട്. മോളിപ്പോ ഈ കോഴ്സൊക്കെ ചേർന്നപ്പോഴത്തേക്ക് എന്തിന് ഇത്രയൊക്കെ പഠിക്കണേ, എന്ത് ജോലി ഉണ്ടായിട്ട് പഠിക്കണേ എന്നൊക്കെ പറഞ്ഞവർ ഒത്തിരിയുണ്ട്. ഇപ്പൊ എന്റെ റിലേറ്റീവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്മെക്കിൽ വരുന്നതിന് മുമ്പ് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഇത്രയും കൂടെ സംസാരിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. MC ആണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ സ്മെക്ക് ലാബ്സിൽ പൈത്തൺ ഫുൾ സ്റ്റാക്കിന്റെ ഒരു കോഴ്സ് ചെയ്യായിരുന്നു. സ്മെക്കിൽ വന്ന ശേഷം എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിനു മുമ്പും ഒരു ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂൺ ഫീഡിങ് പോലെയാ. അവരെല്ലാം നമുക്കിപ്പോൾ പ്രൊജക്റ്റ് ആണെങ്കിൽ കൂടെ അവർ നമ്മുടെ കൂടെ നിന്ന് പറഞ്ഞു തരും. പക്ഷെ അങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് ആ ഒരു പാറ്റേൺ, ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സ്മെക്കിൽ വന്ന് സന്ദീപ് സാറിന്റെ അണ്ടറിലായപ്പോൾ എനിക്ക് മനസ്സിലായത് സ്പൂൺ ഫീഡിങ് അല്ല, ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക, ചെയ്യേണ്ടത് നമ്മുടെ കാര്യമാണെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ഓരോ കുട്ടികളാണെങ്കിലും സാർ പഠിപ്പിക്കുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് റോങ് ആയിട്ട് തോന്നും, ആർക്കാണെങ്കിലും വരുമ്പോൾ തോന്നും ഈ സാറിനൊന്ന് പറഞ്ഞു തന്നൂടെ. പക്ഷെ പതുക്കെ നമുക്ക് മനസ്സിലാവും, പറഞ്ഞു തരണേക്കാളും കൂടെ
കൂടുതൽ നല്ലത് നമ്മൾ സ്വയം പഠിച്ചെടുക്കണമെന്ന്. അപ്പൊ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇവിടെ സ്മെക്കിൽ വന്നേ. പിന്നെ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് സ്മെക്കിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനും വന്നത്. അപ്പൊ അവരെല്ലാവരും പ്ലേസ്ഡ് ആയി പോകുമ്പോൾ എനിക്കും കിട്ടുമോ, കാരണം അവർ കുറെ കൂടെ ഒക്കെ സ്മാർട്ടാണ് എന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ആരോട് സംസാരിക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ടെൻഷൻ. എന്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇപ്പൊ ഞാൻ മാരേജ് കഴിഞ്ഞതായതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനാണെങ്കിലും കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഉള്ളപ്പോ പഠിക്കുന്നതും മാരേജ് കഴിഞ്ഞ് പഠിക്കുന്ന രണ്ടും വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങളിലില്ല, ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും പഠിപ്പിക്കാനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. നേരത്തെ പഠിച്ച പോലെയാണോ, അല്ലെ പ്ലേസ്മെന്റും കാര്യങ്ങളും ഉണ്ടാവോ, ഇങ്ങനെയുള്ള പേടി ഉണ്ടായി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് സാറിന്റെ കൂടെ ആയപ്പോ സാറ് പറഞ്ഞൊരു കാര്യമുണ്ടെന്ന്, നീ ഒരു ജോലി ആഗ്രഹിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ നിനക്കത് കിട്ടിയിട്ടേ നീ ഇവിടെ നിന്ന് പോളൂ എന്ന് എന്നോട് സാർ ഒരു വാക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഫെഡറൽ ബാങ്കിന്റെ IT സെക്ഷനായ ഫെഡ് സർവേയിൽ പ്ലേസ്ഡ് ആയിരിക്കാം. അപ്പോഴൊരു വാശി ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ. പക്ഷെ ഇന്നിപ്പോ ഞാനൊരു ബാങ്കിലാണെന്ന് ചിന്തിക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയേണ്ടത്. ഈ ജോലി കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം അവളോട് പണ്ടുപോലെ പറയുമായിരുന്നു, എന്ന് നീ നിന്നെ മനസ്സിലാക്കുന്നു അന്ന് നീ ഓക്കെ ആയിരിക്കും. ഇപ്പൊ അവളിപ്പോ സാധിച്ച്, അവളുടെ കഴിവ് അവൾ എന്ന് തിരിച്ചറിയണ് അന്ന് അവൾ ഓക്കെ ആണ്. എനിക്ക് തോന്നുന്നു പറയാൻ കിട്ടുള്ള. ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മേനെ പോലെ തന്നെയാ. കുഞ്ഞിലെ തൊട്ട് എന്നെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തോണ്ടാണ് ഒരു ചേച്ചി ഇത്. നടക്കുന്ന അങ്ങനെയുള്ള ജോലിയൊന്നും കിട്ടാനൊന്നും പോണൊന്നുമില്ല. ഇതൊക്കെ വെറുതെയാണ്. ഓരോരുത്തരും ഓരോ ഇത് തുടങ്ങും, അത് പഠിക്കുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് കളിയാക്കിയവർ ഒത്തിരി ഉണ്ട്. ഇനിയിപ്പൊ അവരുടെ മുമ്പിൽ തലയോർത്തി തന്നെ ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എല്ലാവരുടെ മുമ്പിലും ചെല്ലണം. ഈ പറഞ്ഞു പോകുന്നവരുടെ ഇപ്പൊ റിലേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും ചോദിക്കും, ഇപ്പൊ മോളെന്തിനു ഇന്ന കോഴ്സിന് ചേർന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നിനക്ക് വരെ പണിയില്ല, അതിന് പോയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നവർ അനേകം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എനിക്കൊരു മറുപടി പറയാൻ, ഇവളുടെ ജോലി കിട്ടി. കിച്ചണിൽ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇറക്കം ഉണ്ടെങ്കിൽ നമുക്കൊരു കയറ്റം ഉണ്ടെന്ന് ചക്കരയോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നമുക്കൊരു ഇറക്കം ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മളത് കയറ്റത്തിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. അതെല്ലാം ഈശ്വരം കണ്ടിട്ടിരിക്കുകയാണ്. നേരത്തെ മോള് പറഞ്ഞ പോലെ എല്ലാവരുടെയും ചോദ്യമാണ്, ജോലി ആയില്ലേ. പക്ഷെ അവള് പഠിക്കുന്ന കഷ്ടപ്പാട് ആരും അറിയുന്നുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. പിന്നെ എന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പൊതുവേ കാണുന്ന പോലെ നേരത്തെ കല്യാണം കഴിച്ചു വിടണം അങ്ങനെയുള്ള മൈൻഡൊന്നുള്ള ആൾക്കാരല്ല. അവർക്ക് എന്നെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തി അങ്ങനത്തെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെ എനിക്ക് കിട്ടിയത്. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറഞ്ഞത്. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ പഠിക്കുള്ളൂ. LKG തൊട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് അവൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ട്. പണ്ടൊക്കെ നമ്മളിങ്ങനെ കലണ്ടർ നോക്കുമ്പോൾ അങ്ങനെ ബാങ്ക് അവധി എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ബാങ്കിൽ ജോലി ചെയ്യണവർക്കൊക്കെ എന്ത് ഭാഗ്യം, അല്ലെങ്കിലൊക്കെ ഞാൻ കുഞ്ഞിലേ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അതേ ഒരു ബാങ്കിൽ എനിക്ക് കിട്ടിയെന്നുള്ളത് എന്നെ ഈ കളിയാക്കിയ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മറുപടി ആയിട്ട് തന്നെ ഞാൻ കൂട്ടുന്നു. ഞാൻ സ്മെക്കില് വരുന്നതിന് മുമ്പുള്ള ഞാനും അതേപോലെ തന്നെ ശേഷമുള്ള ഞാനും തമ്മിൽ ആദ്യം തന്നെ നല്ല വ്യത്യാസം ഉണ്ടെന്ന് വേണേൽ പറയാം. ഫസ്റ്റ് ഞാൻ വരുമ്പോൾ എനിക്ക് മിസ്സുമാരെയായിരുന്നു എനിക്ക് കിട്ടിയത്. സന്ദീപ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ അത് എന്താ സ്പൂൺ ഫീഡിങ് പോലെ സാറിന് ഇഷ്ടമല്ല. സാർ പറഞ്ഞു തരും, ബാക്കി നമ്മളത് പഠിച്ചോളണം. അത് ശരിക്കും അതാണ് വേണ്ടത്. നല്ല സപ്പോർട്ടായിരുന്നു സാറ്. പഠിപ്പിക്കാനാണെങ്കിലും മാക്സിമം ഹെൽപ്പ്. ഇപ്പൊ ഞാൻ എന്റെ ഫാമിലിയിലെ പ്രോബ്ലംസ് ആണെങ്കിലും സാറിനോട് പറയുമ്പോൾ സാർ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. നിന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനും സാറ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സ്മെക്കിൽ വന്നിട്ടാണെങ്കിലും സാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും സാർ ഒത്തിരി നന്നായിട്ട് അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവളുടെ പേടി തന്നെ മാറ്റി കൊടുത്തതും സാറ് തന്നെയെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഇന്ന് തന്നെ ഇപ്പൊ സംസാരിക്കുന്ന കേട്ടപ്പോൾ ഞാൻ എന്റെ മോള് തന്നെയാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയൊന്നും സംസാരിക്കില്ലായിരുന്നു അവള്. നേരം വെളുക്കോളം അതിന് ചായയും കൂടി കുടിക്കാതാണ് അത് പഠിക്കണത്. ഞാനാണ്ട് എന്റെ മനസ്സിൽ പറഞ്ഞു, പഠിച്ചവനെ അതിരുന്ന് പഠിക്കണേ, ഫലം കൊടുക്കണേ റബ്ബേ. നന്നായിട്ട് സന്തോഷമായിരിക്കും നന്നായി വരട്ടെ. ഞാൻ അവിടെ ഇപ്പൊ ഓരോരുത്തരുടെ ജേണി നോക്കുമ്പോഴും അതെ, അവിടെ എല്ലാവരും അത്യാവശ്യം കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും അവർ പറയുന്ന കേൾക്കുമ്പോൾ അറിയാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് വന്ന ആൾക്കാരാണ്. സോ അവരൊക്കെ ആ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് വന്നതുകൊണ്ടാണ് അവർക്ക് ആ ജോലി കിട്ടിയത്. അതുപോലെ തന്നെ ഞാനും വന്നുകൊണ്ടാണ് എനിക്കും കിട്ടിയത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഒരു റീസൺ ഉണ്ടാവും. ഒരു വിജയിക്കണം എന്നുള്ളത് എല്ലാവരും ഒരു റീസൺ ആണല്ലോ. അപ്പോൾ ഒരു കാരണം ഇല്ലാണ്ട് ആരും പഠിക്കാനായിട്ട് ഇറങ്ങി തിരിക്കില്ല. വെറുതെ പഠിച്ച് പോകുന്നതിൽ ഒരു കാര്യമില്ലല്ലോ. നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം. അച്ഛനോ കുഞ്ഞിലോട്ട് പഠിക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു പുച്ഛവും അച്ഛന്റെ ഫ്രണ്ട്സിന് അച്ഛനോടുണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കോളനിയിലാണ്, അങ്ങനെയുള്ള പുച്ഛമൊക്കെ അച്ഛന്റെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ
ഈ ഒരു കോളനിയിൽ നിന്നാണെങ്കിലും എനിക്ക് ഉയർന്നു വരാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയാണ്. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ മുമ്പിലാണെങ്കിലും എന്റെ അച്ഛനെ നിവർന്നെന്ന് പറയാലോ എന്റെ മോള് ബാങ്കിലാന്നുള്ളത്. അതിലെനിക്ക് ഒത്തിരി സന്തോഷം.